കുവൈത്ത് വ്യോമപാതയും വിമാനത്താവളവും തുറന്നു. ഞായറാഴ്ച മുതൽ നേരിട്ടുള്ള സർവീസുമായി കുവൈത്ത് എയർവേസും ജസീറ എയർവേസും. യുഎഇയിൽ 50% സർക്കാർ സേവനങ്ങളും AI-യിലേക്ക് 2 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് ഷെയ്ഖ് മുഹമ്മദ്. വ്യാജ ഹജ്ജ് വാഗ്ദാനം. മക്കയിൽ 5 പേർ പിടിയിൽ. സോഷ്യൽ മീഡിയ വഴി തട്ടിപ്പ് നടത്തിയ സംഘത്തിൽ 4 വിദേശികളും ഒരു സ്വദേശിയും. പണം, വ്യാജരേഖകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ പിടിച്ചെടുത്തു. 2026 ആദ്യപാദത്തിൽ ഖത്തറിലെ വിവിധ മുനിസിപ്പാലിറ്റികളിലായി കണ്ടെത്തിയത് 4243 നിയമലംഘനങ്ങൾ. പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിനായി ആകെ നടത്തിയത് 95,621 ആരോഗ്യ പരിശോധനകൾ. ശബ്ദ മലിനീകരണവും പൊതുജന ശല്യവും. ബഹ്റൈനിൽ കാറുകൾ പിടിച്ചെടുത്ത ട്രാഫിക് പോലീസ്. വാഹനങ്ങൾ 60 ദിവസത്തേക്ക് കണ്ടുകെട്ടി. വേനൽ ചൂടെത്തി. ഒമാനിൽ താപനില 42 ഡിഗ്രി സെൽഷ്യസിനോട് അടുക്കുന്നു. ദിമാവത്തായിനിൽ ഏറ്റവും ഉയർന്ന താപനില 41.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി.